ഇപ്പോൾ കോടനാട് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ മാധ്യമങ്ങളെ കാണുകയാണ്. പുലിപ്പല്ല് കേസുമായി ബന്ധപ്പെട്ട വേടനെതിരായിട്ടുള്ള തുടർ നടപടികൾ സംബന്ധിച്ച കാര്യങ്ങളാണ് വിശദീകരിക്കുന്നത്. അല്ല, പുള്ളി കൈ കിട്ടുമ്പോഴത്തേക്ക് ഒരു ഗിഫ്റ്റ് എന്നുള്ള നിലയിലാണ് പുള്ളി എഴുതുന്നത്. പുള്ളി അന്വേഷണമായിട്ട് നല്ല രീതിയിൽ സഹകരിക്കുന്നുണ്ട്. നമുക്ക് തീർച്ചയായിട്ടും അയാളാണല്ലോ അത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒറിജിനൽ ആക്ച്വലി ഇപ്പോൾ ഇയാളിൽ നിന്ന് അദ്ദേഹത്തിലേക്ക് മാറും. അദ്ദേഹമാണ് റിയൽ, അദ്ദേഹത്തിന് എവിടെ നിന്ന് കിട്ടി എന്നുള്ളതാണ് ഞാൻ അന്വേഷിക്കേണ്ടത്. ഇല്ല അഡ്രസ്സ് പോലും ഇവൻ ഇപ്പോൾ നമ്മൾ മൊഴി ഒക്കെ എടുത്ത് രേഖപ്പെടുത്തി കഴിഞ്ഞിട്ടേ ഉള്ളൂ. അതിൽ നിന്ന് കിട്ടി. ഇനിയിപ്പോൾ കൂടുതൽ നമുക്കൊരു സമയപരിധിയുണ്ട്. അറസ്റ്റ് ചെയ്ത് 24 മണിക്കൂർ യാത്രാ സമയം മാത്രമേ നമുക്ക് കോടതിയിൽ ഹാജരാക്കുന്നതിനായിട്ട് അനുവദിക്കുന്നുള്ളൂ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഉച്ചയോടുകൂടി ഹാജരാക്കണം. അതിനുശേഷം നമ്മൾ ഇത് കസ്റ്റഡിയിൽ വാങ്ങുന്നുണ്ട്. കസ്റ്റഡിയിൽ വാങ്ങി 2 ദിവസം നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ്റെ ഇപ്പോൾ തന്നെ കൊടുത്തിട്ട് റെഡിയാക്കി കഴിഞ്ഞു. അത് കൊടുത്തിട്ട് നമ്മൾ ഏറ്റുവാങ്ങിയിട്ട് ഇന്നും നാളെയും തൃശ്ശൂർ ഇയാളുടെ റൂമിൽ ഇനി ഫർദർ എന്തെങ്കിലും വൈൽഡ് പാർട്ടിക്കിൾസ് ഉണ്ടോ എന്ന് പരിശോധിക്കണം. ഇപ്പോൾ 2 തെളിവെടുപ്പിൻ്റെ ഭാഗമായിട്ട് പിന്നീട് ഇയാൾ മൊഴിയിലും ഈ പറഞ്ഞ ഇൻസ്റ്റാഗ്രാമിലൊക്കെ അയാൾക്ക് ഫോളോ ചെയ്യുന്ന ആളാണോ എന്നെങ്കിൽ അയാളുടെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ട്രേസ് ചെയ്യാൻ പറ്റും. ഫോൺ ഇപ്പോൾ നിലവിൽ പോലീസിൻ്റെ കയ്യിലാണ്. അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് നമ്മളത് ചോദിച്ചു വാങ്ങും. നമുക്ക് പോലീസിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഇയാളുടെ പേഴ്സണൽ ഫോണ് മറ്റു കാര്യങ്ങൾ അല്ല ഇൻസ്റ്റാഗ്രാമിൽ കയറാനല്ലേ ഫോണെന്നില്ല, നമ്മുടെ ഫോണിൽ നിന്നല്ല അയാൾക്ക് അയാളുടെ ID വെച്ച് കയറാമല്ലോ. കയറിയിട്ട് നമുക്ക് ആ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് അത് ചെയ്യണം. അദ്ദേഹം തന്നെ പറഞ്ഞ് ചെയ്യാം. ഇപ്പം നമുക്ക് അങ്ങനെ ഒരു സമയപരിധിയുണ്ട്. കോടതിയുമായിട്ട് ബന്ധപ്പെട്ട് നിയമ നടപടികൾ 2 ദിവസത്തേക്ക്. ഇത് ഇല്ല, ഇദ്ദേഹത്തെ ഇപ്പം ചോദ്യം ചെയ്ത് രഞ്ജിത്ത് അല്ലാതെ വേറെ ഇപ്പോൾ ആദ്യത്തെ ഒരു ഇതിൽ പുള്ളി കുറച്ച് ടെൻഷനിലൊക്കെ. പക്ഷെ അന്ന് കുറേ അധികം സംസാരിച്ചിരുന്നു. ഈ 2024 ജൂൺ ജൂലൈ മാസങ്ങളിലാണ് ആ പ്രോഗ്രാം നടന്നത് മദ്രാസിൽ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇവർ കുറച്ച് നേരം സംസാരിച്ചിരുന്നു. അപ്പോൾ ആ ഒരു സ്ലാങ്ങിൽ നിന്നാണ് ശ്രീലങ്കയാണ് അപ്പോൾ കൂടുതൽ പരിചയപ്പെട്ടപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഐഡൻറ്റിഫൈ അറിയണം. അവർ പറഞ്ഞത് അത് കുറച്ച് പേരുണ്ടായിരുന്നു. ആരൊക്കെ UK, ആരൊക്കെ ഫ്രാൻസ്, എല്ലാം ശ്രീലങ്കയിൽ നിന്നും അങ്ങോട്ട് പൗരത്വം എടുത്തവരാണ്. അപ്പോൾ ഇവരൊരു കോമൺ കണക്ട് ചെയ്യുന്ന ഫാക്ടറി അമ്മ അല്ലെങ്കിൽ ഇവരൊക്കെ ആ ഒരു ഇത് വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ട്രേസ് ചെയ്യേണ്ടതാണ്, കണ്ടെത്തണം, പരിശോധിക്കാൻ അന്വേഷണം നടത്തും. ഇപ്പം അദ്ദേഹം അങ്ങനെയാണ് പറയുന്നത്. അദ്ദേഹത്തിന് മുൻകൂട്ടി അറിയാമോ എന്നുള്ളത് ഈ ഫർദർ ഇൻവെസ്റ്റിഗേഷനിൽ അറിയാൻ പറ്റും. കോടനാട് റേഞ്ച് ഓഫീസർ, ഫോറസ്റ്റ് റേഞ്ച് ഓഫീസറാണ് ഇപ്പോൾ മാധ്യമങ്ങളെ കണ്ട് കാര്യങ്ങൾ വിശദീകരിച്ചത്. വേടന്റെ കയ്യിലുള്ള പുലിപ്പല്ല് മാല, അതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ നടക്കുന്നു. അതൊരാൾ സമ്മാനിച്ചതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അയാളെ ട്രേസ് ചെയ്യാനുള്ള നടപടികൾ ആരംഭിക്കുന്നതേ ഉള്ളൂ. പൂർണ്ണമായും അന്വേഷണത്തോടും ചോദ്യം ചെയ്യലിനോടും വേടൻ സഹകരിക്കുന്നുണ്ട് എന്നാണ് കോടനാട് റേഞ്ച് ഓഫീസർ ഇപ്പോൾ മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി ഇതാരാണ് സമ്മാനിച്ചത്, അയാളിലേക്കാണ് കേസ് കടക്കാൻ പോകുന്നത്. അതുകൊണ്ട് അവരെ ട്രേസ് ചെയ്യുക എന്നതാണ് ആദ്യത്തെ ഇനിയുള്ള നടപടി. അതിന് വേണ്ട വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ടിരിക്കുന്നു എന്നതാണ് കോടനാട് റേഞ്ച് ഓഫീസർ ഇപ്പോൾ മാധ്യമങ്ങളെ കണ്ട് പറഞ്ഞിരിക്കുന്നത്. വിഷ്ണു സുരേഷ് ഞങ്ങളുടെ പ്രതിനിധിയാണ് അവിടെ ഉണ്ടായിരുന്നത്. വിഷ്ണു അതിന്റെ പൂർണ്ണമായ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേർന്നുണ്ട്. വിഷ്ണു, ഈ പുലിപ്പല്ല് കേസ്, മാല കേസ്, അത് വേടനെ കൂടുതൽ പ്രശ്നത്തിലേക്ക് കൊണ്ടുപോവുകയാണോ, അതോ ഈ പുലിപ്പല്ല് മാല ഒരാൾ സമ്മാനിച്ചതാണ് എന്ന് വേടൻ പറഞ്ഞ സാഹചര്യത്തിൽ അയാളിലേക്കാണോ ഇനി അന്വേഷണം കടക്കാൻ പോകുന്നത്? ഈ വിവരങ്ങളാണല്ലോ കോടനാട് റേഞ്ച് ഓഫീസർ അല്പം മുമ്പ് വിശദീകരിച്ചത്, അല്ലേ? ഗോപികൃഷ്ണൻ കുരുക്കുമുറുകയാണ്. അതായത് വേടനെ അല്പസമയത്തിനകം അതിനെ കോടതിയിൽ ഹാജരാക്കും. അതിനുശേഷം റിമാൻഡ് നടപടിയിലേക്ക് പോകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കസ്റ്റഡി അപേക്ഷ അടക്കം സമർപ്പിച്ച് 2 ദിവസത്തെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യും. വേടനെതിരെ ഹണ്ടിംഗ് അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട്. അതൊരു ഗുരുതര സ്വഭാവമുള്ള വകുപ്പാണ്. വേടൻ ഇക്കാര്യങ്ങൾ പോലീസിനോട് പറഞ്ഞത് ഇങ്ങനെയാണ്: തനിക്ക് ഈ മാല ലഭിച്ചത് 2024 ജൂൺ ജൂലൈ മാസങ്ങളിൽ തമിഴ്നാട്ടിൽ നടന്ന ഒരു പരിപാടിക്കിടയിൽ ഒരാൾ കൊണ്ടുവന്ന് തന്നു. രഞ്ജിത്ത് എന്നാണ് അയാളുടെ പേര്. അയാൾ UK അല്ലെങ്കിൽ വിദേശ പൗരനാണ്, അല്ലെങ്കിൽ വിദേശത്ത് താമസിക്കുന്ന ആളാണ് എന്നാണ് വേടൻ ലഭിച്ചിരിക്കുന്ന വിവരം. അതിനുശേഷം ഇൻസ്റ്റാഗ്രാം വഴി അയാളുമായുള്ള നിരന്തര കോൺടാക്ട് ഉണ്ടായിരുന്നു എന്ന് വേടൻ വനവകുപ്പിനോട് പറഞ്ഞിട്ടുണ്ട്. ഇത് ഒരു ഗിഫ്റ്റ് എന്ന നിലയിലാണ് താനിത് കൈവശപ്പെടുത്തി വെച്ചത്, അല്ലെങ്കിൽ താനിത് ഉപയോഗിച്ചിരുന്നു പറഞ്ഞു. അപ്പോൾ നമ്മൾ ചോദിച്ചിരുന്നു, ഗിഫ്റ്റ് എന്ന നിലയിൽ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ വകുപ്പ്, അതായത് ഈ വസ്തു ഹണ്ടിങ് ഒക്കെ എങ്ങനെ നിലനിൽക്കും എന്ന് വനവകുപ്പിനോട് ചോദിച്ചിരുന്നു. അപ്പോൾ അവർ പറഞ്ഞത് ഇത് ഈ വേടന് നൽകിയാൽ ഇത് ഹണ്ട് ചെയ്ത് പിടിച്ചതാണോ എന്നുള്ള കാര്യങ്ങളിലൊക്കെ വ്യക്തത വരുന്നതുവരെ ഈ വകുപ്പ് നിലനിൽക്കും. അങ്ങനെ അത് ഈ രഞ്ജിത്തിനെ പിടികൂടി രഞ്ജിത്തിൽ നിന്ന് മൊഴിയൊക്കെ എടുത്ത ശേഷം ഇപ്പോൾ വേടൻ ഇതുമായി ബന്ധമില്ലെങ്കിൽ അയാളുടെ പേരിൽ നിന്ന് ഒഴിവാക്കും എന്ന നിലപാടിലേക്കാണ് നിലവിൽ വനവകുപ്പ് എത്തിയിരിക്കുന്നത്. വനവകുപ്പിന് ഈ രഞ്ജിത്തിലേക്ക് എത്താനുള്ളതാണ് അടുത്ത നടപടി. ഇത് ഒരു പുലി നഖമായാണ് ഇയാൾക്ക് കൈമാറിയത്, വേടന് കൈമാറിയത്. പിന്നീട് ഇത് തൃശ്ശൂർ വിയ്യൂറുള്ള ഒരു ജ്വല്ലറിയിൽ കൊണ്ടുപോയി ഈ ലോക്കറ്റായി കെട്ടിക്കുകയായിരുന്നു എന്നാണ് നിലവിൽ വനവകുപ്പ് പറയുന്നത്. അതായത് നാളെയും മറ്റന്നാളും വേടനെ കസ്റ്റഡിയിൽ വാങ്ങി ഈ വേടൻ്റെ ഫ്ളാറ്റിലും അതോടൊപ്പം തന്നെ ഈ വിയ്യൂരിൽ ഈ മാല കെട്ടിച്ച സ്ഥലത്തും കൊണ്ടുപോയി തെളിവെടുപ്പ് നടത്തും. വിശദമായ ഒരു അന്വേഷണത്തിലേക്ക് വനവകുപ്പ് കടക്കുകയാണ്. ഈ
സാധാരണഗതിയിൽ ഇത് ഗിഫ്റ്റ് ആണെങ്കിൽ പോലും ഇത്തരത്തിൽ ഈ വന്യജീവികളുടെ അവശിഷ്ടങ്ങളൊന്നും കയ്യിൽ വെക്കാൻ പാടില്ല എന്നുള്ളതാണ് നിയമപ്രകാരമുള്ള നടപടി. പക്ഷേ അതിവിടെ ലംഘിക്കപ്പെട്ടിട്ടുണ്ട്. ആ വകുപ്പ് എന്തായാലും ഇല്ലിസിറ്റായി ഇത് കയ്യിൽ സൂക്ഷിച്ചതിനുള്ള വകുപ്പ് അത് വേടൻ എന്തായാലും ആ നടപടി നേരിടേണ്ടി വരും. ഹണ്ടിങ് നിലനിൽക്കുമോ എന്നുള്ള കാര്യം ഇനി കേസന്വേഷണം മുന്നോട്ട് പോയി രഞ്ജിത്തിനെ അടക്കം ചോദ്യം ചെയ്യുന്ന ഘട്ടത്തിൽ മാത്രമാണ് ഹണ്ടിങ് വേടനെതിരെ നിലനിൽക്കുമോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരികയുള്ളൂ. രഞ്ജിത്തിനെ തേടിയുള്ള അന്വേഷണം വനംവകുപ്പ് ആരംഭിച്ചിട്ടുണ്ട്. ഇയാളുടെ ഇൻസ്റ്റാഗ്രാം, അതായത് വേടന്റെ ഇൻസ്റ്റാഗ്രാമിൽ ഫ്രണ്ടാണ് രഞ്ജിത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാം കേന്ദ്രീകരിച്ച് രഞ്ജിത്തിനെ കണ്ടെത്തി ഇയാളുടെ മേൽവിലാസം കണ്ടെത്തി ഇയാളെ വിളിച്ചു വരുത്താൻ അല്ലെങ്കിൽ കസ്റ്റഡിയിലെടുക്കാനുള്ള ശ്രമത്തിലേക്ക് പോകും. ഇയാൾക്ക് ഇത് എവിടെ നിന്ന് ലഭിച്ചു എന്നറിയണം. ഇയാളിത് വേട്ടയാടി പിടിച്ചതാണെങ്കിൽ ഈ കേസിലെ ഒന്നാം പ്രതി രഞ്ജിത്തായി മാറും. അതിനുശേഷം മാത്രമായിരിക്കും വേടന്റെ പേര് വരിക. അങ്ങനെയാണെങ്കിൽ വേടന് എതിരെ ഇപ്പോൾ ചുമത്തിയിരിക്കുന്ന വകുപ്പുകളിൽ ഹണ്ടിങ് നിലനിൽക്കില്ല, മറിച്ച് ഇത് ഇല്ലിസിറ്റായി കയ്യിൽ സൂക്ഷിച്ചു എന്ന വകുപ്പായിരിക്കും നിലനിൽക്കുക. വളരെ ശക്തമായ അന്വേഷണത്തിലേക്ക് പോവുകയാണ് വനംവകുപ്പ്. നമ്മൾ ഇന്നലെ പ്രതീക്ഷിച്ചതിൻ്റെയൊക്കെ അപ്പുറത്തേക്ക് കാര്യങ്ങൾ പോകുന്നു. അല്പസമയത്തിനകം തന്നെ വേടനെ കോടതിയിൽ ഹാജരാക്കും. വേടൻ അന്വേഷണത്തോട് പൂർണ്ണമായും സഹകരിക്കുന്നുണ്ട് എന്നാണ് ഫോറസ്റ്റ് ഓഫീസർ പറഞ്ഞത്. അതായത് ചോദ്യം ചോദിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ കൃത്യമായ മറുപടി പറയുന്നുണ്ട്. അന്വേഷണം വഴിതിരിച്ചു വിടാനോ അതല്ല എങ്കിൽ വേടൻ പൂർണ്ണമായും ഈ ചോദ്യം ചെയ്യലിനോട് സഹകരിക്കുന്നു അല്ലെ വിഷ്ണു? അങ്ങനെയാണ് പറഞ്ഞത്. മാത്രമല്ല ഇനി കോടതിയിൽ ഹാജരാക്കാൻ പോകുന്നു. തുടർ നടപടികൾ എന്തൊക്കെയാകുമെന്ന് കാത്തിരുന്ന് കാണാം. കോടനാട് റേഞ്ച് ഓഫീസറാണ് അല്പം മുൻപ് മാധ്യമങ്ങളെ കണ്ട് കാര്യങ്ങൾ വിശദീകരിച്ചത്. വിഷ്ണു സുരേഷ് ഞങ്ങളുടെ പ്രതിനിധി അതിന്റെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു നമുക്ക്.